BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ ആശംസാ സന്ദേശം അയച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫ ഇന്ത്യൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അഭിനന്ദന സന്ദേശം അയച്ചു. ഇന്ത്യൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്കും ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഖറിനും ബഹ്റൈൻ കൗൺസിൽ ഓഫ് റെപ്രസെന്റേറ്റീവ് സ്പീക്കർ അഹമ്മദ് ബിൻ സൽമാൻ അൽ മുസല്ലും സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നു. കെട്ടിട നിർമ്മാണ ചട്ടലംഘനങ്ങൾ കണ്ടെത്താൻ ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനം. പുതിയ സംവിധാനം ഉപയോഗിക്കാൻ തീരുമാനിച്ചത് സർവേ ആൻഡ് ലാൻഡ് രജിസ്ട്രേഷൻ ബ്യൂറോ പ്രഖ്യാപിച്ചു. ഉപഗ്രഹ ഇമേജറി എർത്ത് ഡാറ്റ അനലിറ്റിക്സ് കമ്പനിയായ പ്ലാനറ്റ് ലാബ്സുമായി സഹകരിച്ചാണ് സംവിധാനം പ്രവർത്തിക്കുക. കമ്പനി മുനിസിപ്പാലിറ്റി കാര്യാലയം, കൃഷി മന്ത്രാലയം എന്നിവയുടെ സഹകരണത്തോടെ AI റിപ്പോർട്ടുകൾ നൽകും. ഉയർന്ന മിഴിവുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് ഘടനാപരവും പാരിസ്ഥിതികവും നഗരപരവുമായ മാറ്റങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ഉപയോഗപ്പെടുത്തുന്നതെന്ന് SLRB പ്രസിഡന്റ് ബാസിം അൽ ഹമർ പറഞ്ഞു. കൃത്യവും കാര്യക്ഷമവുമായ രീതിയിൽ ചിത്രങ്ങൾ വേഗത്തിൽ പ്രോസസ് ചെയ്യാനും വിശകലനം ചെയ്യാനും AIക്ക് കഴിവുണ്ട്. അതുവഴി നിയമലംഘനങ്ങൾ നിരീക്ഷിക്കാനും നടപടി വേഗത്തിലാക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമങ്ങളും ചട്ടങ്ങളും നടപ്പാക്കാൻ സാധിക്കുമെന്നതിന് പുറമെ സമയവും പ്രയത്നവും ലാഭിക്കാനും കഴിയും. പുതിയ സംവിധാനം രാജ്യത്തിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്ക് അനുസൃതമാണ്. നഗരാസൂത്രണം മെച്ചപ്പെടുത്താനും സാധിക്കും. മാത്രമല്ല, പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ഘടകങ്ങൾ മൂലമുള്ള പ്രകൃതിനാശം നിരീക്ഷിക്കാനും സാധിക്കും. ബഹ്റൈൻ യുവാക്കൾ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി വ്യക്തമാക്കി. അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തോടനുബന്ധിച്ച് നടത്തിയ പ്രത്യേക പ്രസ്താവനയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ വളർച്ചയിലും ഉയർച്ചയിലും യുവാക്കളുടെ പങ്ക് ഇന്ന് ഏറെ സുപ്രധാനമാണ്. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ഭരണകാലത്ത് യുവാക്കളുടെ ശാക്തീകരണത്തിന് നിരവധി പദ്ധതികളാണ് നടപ്പാക്കിയത്. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ കലവറയില്ലാത്ത പിന്തുണയും യുവാക്കളുടെ സർഗശേഷി വളർത്തുന്നതിന് കാരണമായിട്ടുണ്ട്. സുസ്ഥിര വികസനത്തിൽ യുവാക്കളുടെ ഡിജിറ്റൽ വഴികൾ എന്ന പ്രമേയത്തിലാണ് ഇപ്രാവശ്യത്തെ യുവജന ദിനാചരണം. സുസ്ഥിര വികസനം കരസ്ഥമാക്കുന്നതിനും അതിന്റെ സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികപരവുമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും യുവാക്കളുടെ കർമ്മശേഷി കൂടുതൽ വളർത്തേണ്ടത് ആവശ്യമാണ്. അന്താരാഷ്ട്ര വേദികളിലും കായിക മേഖലകളിലും ബഹ്റൈൻ യുവാക്കളുടെ തിളക്കമാർന്ന സാന്നിധ്യവും വിജയവും പ്രതീക്ഷയുണർത്തുന്നതാണ്. ബഹ്റൈൻ ഇക്കണോമിക് വിഷൻ 2030 ലക്ഷ്യങ്ങൾ നേടുന്നതിന് ആവിഷ്കരിച്ച പദ്ധതികൾ യുവാക്കളുടെ പങ്കാളിത്തത്തോടെയാണ് നടപ്പാക്കുന്നത്. വരും കാലങ്ങളിൽ യുവാക്കൾക്ക് കൂടുതൽ മേഖലകളിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു. വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന കുട്ടികൾക്ക് അപകടമുണ്ടാകാതെ സംരക്ഷിക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കുണ്ടെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്. അടുത്തിടെയായി നിരവധി നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം. പരിക്കുകളും ദുരന്തങ്ങളും ഒഴിവാക്കാൻ സുരക്ഷിതമായ ഇരിപ്പിട മാനദണ്ഡങ്ങൾ പാലിക്കാനാണ് ആവശ്യപ്പെടുന്നത്. പല മാതാപിതാക്കളും വാഹനം ഓടിക്കുമ്പോൾ കുട്ടികളെ മടിയിൽ ഇരുത്തുകയാണ്. ഇത് അപകടകരമാണ്. 10 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ മാത്രമേ മുൻ സീറ്റിൽ ഇരുത്താവൂ എന്നാണ് നിയമം. സീറ്റ് ബെൽറ്റ് ഇടുന്നത് കൊണ്ട് പ്രയോജനമുണ്ടാകണമെങ്കിൽ നിശ്ചിത ഉയരം ആവശ്യമാണ്. കുട്ടികൾക്കായി പിൻസീറ്റ് ബെൽറ്റുള്ള പ്രത്യേകം സീറ്റ് സജ്ജീകരിക്കുകയാണ് വേണ്ടത്. കുട്ടിയുടെ തല പുറത്തിടുന്നതും സൈഡ് ഗ്ലാസ് താഴ്ത്തിയിടുന്നതും പലപ്പോഴും കണ്ടുവരുന്നു. ഇത് അപകടകരമാണെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് പബ്ലിക് ട്രാഫിക് അവയർനെസ് ഹെഡ് മേജർ അബ്ദുള്ള ഖാലിദ് പറയുന്നു. കുട്ടികളെ പിറകിലാണ് ഇരുത്തേണ്ടത്. പിറകിലെ ഡോറും സൈഡ് ഗ്ലാസും കുട്ടികൾക്ക് സ്വമേധയാ തുറക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കണം. ചൈൽഡ് കാർ സീറ്റുകൾ ശരിയായി സ്ഥാപിച്ചാൽ വാഹനാപകടം മൂലമുള്ള ശിശുമരണങ്ങൾ 70% കുറയുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. മുതിർന്നവരുടെ മേൽനോട്ടമില്ലാതെ സൈക്കിളുകളിലും സ്കൂട്ടറുകളിലും കുട്ടികൾ ചീറിപ്പായുന്നതും വർദ്ധിച്ചിട്ടുണ്ട്. അമിത വേഗത്തിൽ പോയാൽ കുട്ടികൾക്ക് ഈ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ല. ഇക്കാര്യങ്ങൾ രക്ഷിതാക്കൾക്ക് ശ്രദ്ധ വേണം. ദുരന്തം സംഭവിക്കുന്നത് ഒഴിവാക്കാൻ ഈ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് നിർദ്ദേശിച്ചു.
ഐക്കൂറ മത്സ്യം പിടികൂടുന്നതിനും കച്ചവടം ചെയ്യുന്നതിനും 2 മാസത്തെ നിരോധനം ഏർപ്പെടുത്തി. ആഗസ്റ്റ് 15 മുതൽ ഒക്ടോബർ 15 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയത്. പ്രാദേശികമായി ചാൻ ആദ് എന്നറിയപ്പെടുന്ന മത്സ്യം വളരെയേറെ പ്രിയമുള്ളതാണ്. പ്രജനനകാലം പരിഗണിച്ചാണ് നിരോധനമെന്നും സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് അറിയിച്ചു. വലകൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതും വിൽപ്പനയും നിരോധിച്ചിട്ടുണ്ട്. നിരോധന കാലയളവിൽ ചന്തകളിലും പൊതുസ്ഥലങ്ങളിലും മത്സ്യം പ്രദർശിപ്പിക്കുന്നത് പോലും നിരോധിച്ചിരിക്കുന്നു. സമുദ്ര സമ്പത്തും ജൈവ വൈവിധ്യവും സംരക്ഷിക്കാനാണ് ഈ വാർഷിക നിരോധനം നടപ്പാക്കുന്നത്. മറൈൻ വെൽത്ത് ടീമുകൾ നിരീക്ഷിക്കുമെന്നും ലംഘനങ്ങൾ തടയാൻ ബന്ധപ്പെട്ട അധികാരികളുടെ സഹകരണത്തോടെ നടപടികൾ ആരംഭിച്ചുവെന്നും ഈ നിരോധനം പൂർണ്ണമായും പാലിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്നും സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് വ്യക്തമാക്കി. ഞണ്ട്, ചെമ്മീൻ, കിങ്ഫിഷ് എന്നിവ പിടികൂടുന്നതിന് ബഹ്റൈനിൽ കാലാനുസൃതമായ നിരോധനം ഏർപ്പെടുത്താറുണ്ട്. KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി 1 മാസത്തോളമായി സംഘടിപ്പിച്ചു വരുന്ന പ്രോട്ടീൻ സമ്മർ ഫിയസ്റ്റയുടെ ഗ്രാൻഡ് ഫിനാലെ ആഗസ്റ്റ് 16 KMCC ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ജൂലൈ 21 ആരംഭിച്ച ക്യാമ്പിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആക്ടിവിറ്റികൾ, കലാപ്രകടനങ്ങൾ, ആർട്ട് ഫെസ്റ്റ്, സ്പോർട്സ് മീറ്റ്, ട്രോമ കെയർ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിംഗ്, ഗെയിംസ്, മാഗസിൻ റിലീസ് തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. വ്യക്തിത്വ വികസനം, നേതൃപാടവം, ലൈഫ് സ്കിൽസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഫ്യൂച്ചർ വേൾഡ്, എന്റർപ്രണർഷിപ്പ്, കരിയർ തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ട്രെയിനിംഗ് സെഷനുകൾ നടന്നു. ഇന്ത്യയിൽ നിന്നെത്തിയ പ്രശസ്ത ലൈഫ് സ്കിൽ ട്രെയിനർമാരായ നബീൽ പാലത്തും യഹ്യ മുബാറക്കുമാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്. ക്യാമ്പിന്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്ന ആഗസ്റ്റ് 16 ലൈഫ് കാർണിവൽ എക്സിബിഷൻ, കലാപരിപാടികൾ, പാരന്റിംഗ് ട്രെയിനിംഗ് എന്നിവ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കും. സമാപന സംഗമത്തിൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ മുഖ്യ അതിഥിയാകും. KMCC സംസ്ഥാന, ജില്ലാ, ഏരിയ, മണ്ഡലം നേതാക്കൾ ചടങ്ങിൽ സംബന്ധിക്കും. ആലുവ പെരുമ്പാവൂർ ദേശസാത്കൃത റോഡിലെ കുഴികൾ എത്രയും പെട്ടെന്ന് അടയ്ക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ആലുവ പെരുമ്പാവൂർ ദേശസാത്കൃത റോഡിൽ ചാലക്കൽ പകലമറ്റം മുതൽ തോട്ടുമുഖം കവല വരെ 4.5 കിലോമീറ്റർ ദൂരം റോഡിൽ കുഴികളാണെന്ന് കാണിച്ച് കുട്ടമശ്ശേരി ജനകീയ റോഡ് സുരക്ഷാ സമിതിക്ക് വേണ്ടി സമിതി ചെയർപേഴ്സൺ മരിയ അബു നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിട്ടത്. 21 കേസ് വീണ്ടും പരിഗണിക്കും. കുട്ടമശ്ശേരിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ജനകീയ റോഡ് സുരക്ഷാ സമിതി ആലുവ പെരുമ്പാവൂർ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ജനകീയ ജാഥ, ഏകദിന ഉപവാസം തുടങ്ങിയവ നടത്തിയിരുന്നു. ജില്ലാ കളക്ടർ, PWD, ജല അതോറിറ്റി എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം നിവേദനങ്ങൾ നൽകിയിരുന്നു. റോഡ് ഉപരോധമടക്കം നിരവധി ജനകീയ സമരങ്ങളും നടത്തിക്കഴിഞ്ഞു. എന്നിട്ടും യാതൊരു പരിഹാരവും കാണാതായതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വർഷങ്ങളായി കുഴികൾ നിറഞ്ഞ റോഡ് ജലജീവൻ പൈപ്പിടൽ നടത്തിയതോടെയാണ് പാടെ തകർന്നത്. റോഡ് BMBC നിലവാരത്തിൽ പുനരുദ്ധരിക്കാൻ ഫണ്ട് പാസ്സായിട്ടും കാലങ്ങളായി. പദ്ധതി ആരംഭിക്കാനിരിക്കെയാണ് പൈപ്പിടൽ വന്നത്. ഇതോടെ റോഡ് നവീകരണം തടസ്സപ്പെട്ടു. കരാറുകാരുടെയും ജല അതോറിറ്റി ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയാണ് ജൽജീവൻ പദ്ധതിയുടെ പണികൾ പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പിന് റോഡ് കൈമാറാൻ കഴിയാതെ വന്നതിനിടയാക്കിയത്. റോഡ് തിരിച്ചു ലഭിക്കാത്തതിനാൽ പൊതുമരാമത്ത് വകുപ്പിന് പണി നടത്താനും സാധിക്കുന്നില്ല. കാൽനട യാത്ര പോലും സാധ്യമാകാത്ത രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞ ആലുവ പെരുമ്പാവൂർ റോഡിൽ ഇതിനോടകം നിരവധി അപകടങ്ങൾ നടന്നു കഴിഞ്ഞു. ഈ റോഡിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റവരിൽ ചിലർ ഇപ്പോഴും അബോധാവസ്ഥയിൽ കഴിയുന്നുണ്ട്. പരിക്കേറ്റ പലർക്കും ലക്ഷക്കണക്കിന് രൂപയാണ് ചികിത്സയ്ക്കായി ചെലവായിട്ടുള്ളത്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്നു മുതൽ 17-ാം തീയതി വരെ അതിശക്തമായ മഴയ്ക്കും 19 വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. തെക്ക് കിഴക്കൻ അറബിക്കടലിലും തെക്കൻ കേരള തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടു. കൊങ്കൺ മുതൽ ചക്രവാത ചുഴി വരെ 1.5 കിലോമീറ്റർ ഉയരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതേ തുടർന്ന് വിവിധ ജില്ലകൾക്ക് ഓറഞ്ച്, യെല്ലോ അലേർട്ടുകൾ നൽകി. ഇന്നലെ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിരുന്നു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലയിലും ശനിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.